എന്തായാലും താഴെയുള്ള രണ്ട് വലിയ മിസ്റ്ററികളെ കുറിച്ച് നമ്മൾ പറഞ്ഞല്ലോ. ഇനി ഭൂമിയിൽ നിന്ന് മുകളിലേക്ക് പോയ കുറച്ച് മിസ്റ്ററികളെ കുറിച്ച് പറയാം. ഓക്കെ. ആകാശത്തൂടെ യാത്ര ചെയ്യുന്ന ഒരു വാഹനം, വിമാനം. വിമാനത്തിന്റെ തുടക്കം എവിടെ നിന്ന് അറിയാം? നമ്മൾ പഠിച്ചതനുസരിച്ച് റൈറ്റ് സഹോദരന്മാരാണ് ആദ്യമായിട്ട് വിമാനത്തിനെ കുറിച്ച്. അതെ, നമ്മൾ പഠിച്ചത് അങ്ങനെയാണ്. പക്ഷെ അതിനേക്കാളും മുമ്പേ അവര് വിമാനത്തിനെ കുറിച്ച് ചിന്തിക്കുന്നതിനേക്കാളും മുമ്പേ വിമാനത്തിനെ കുറിച്ച് ചിന്തിച്ച വേറൊരാളുണ്ട്. ആരറിയാം? ഡാവിഞ്ചിയാണ്. ഡാവിഞ്ചിയുടെ സ്കെച്ച് ഉണ്ട്, വിമാനത്തിനെ കുറിച്ച് ഡാവിഞ്ചി സ്കെച്ച് ചെയ്തിട്ടുണ്ട്. അതല്ല, അതിനേക്കാളും മുമ്പേ. അതിനേക്കാൾ മുന്നേ പുഷ്പക വിമാനമായിരിക്കും. അതല്ല, രാവണനല്ല, രാവണനൊന്നല്ല. അതായത് അത് പുരാണം, അത് അവിടെ നിൽക്കട്ടെ. പുരാണമായിട്ട് ബന്ധപ്പെട്ട ഒരു സംഭവം തന്നെയാണ്. 1903 റൈറ്റ് സഹോദരന്മാർ വിമാനം ഉണ്ടാക്കുന്നു. അതിനേക്കാൾ ഒരു 8 വർഷങ്ങൾക്ക് മുമ്പേ വിമാനം ഉണ്ടാക്കി പറത്തിയ ഒരാളുണ്ട്. പുരാണത്തിലുള്ള ഒന്നല്ല, റിയൽ മനുഷ്യനാണ്. അയാളറിയോ? അയാളൊരു ഇന്ത്യക്കാരനാണ്. ഇന്ത്യയില് റൈറ്റ് സഹോദരന്മാര് വിമാനം സൃഷ്ടിക്കുന്നതിനേക്കാൾ ഒരു 8 വർഷങ്ങൾക്ക് മുമ്പ് ഇന്നത്തെ എയർക്രാഫ്റ്റുകളെക്കാളും ഭാരമുള്ള വലുപ്പമുള്ള ഒരു വാഹനം സൃഷ്ടിക്കുകയും അത് ഏതാണ്ട് ഒരു 1500 അടി ഉയരത്തിൽ മീറ്ററുകളോളം പറത്തുകയും ചെയ്തു. പിന്നീട് അത് ക്രാഷ് ചെയ്തു, അത് വിട്ടേക്ക്. പറന്നോ? അതിലാണ് കാര്യം. കേട്ടോ? എവിടെയോ അങ്ങനെ മുന്നേ വായിച്ചതായിട്ടൊരു ഓർമ്മയുണ്ട്. സംഭവമുണ്ട്. അതായത് 1895 സംഭവം നടക്കുന്നത്. അതിനുശേഷം 8 വർഷങ്ങൾക്ക് ശേഷമാണ് റൈറ്റ് സഹോദരന്മാരുടെ വിമാന നിർമ്മാണം. പക്ഷെ ഇന്ത്യയിൽ ഇങ്ങനൊരു സാധനം നടന്നിട്ടുണ്ട്. അതിന്റെ പേരെന്താണെന്ന് അറിയാം? എന്താ? അറിയില്ല. മാരുതി സഖ. മാരുതി എന്ന് പറഞ്ഞാൽ എന്താ അറിയാം? കാറ്റ്. ഹനുമാന് കാറ്റ് അല്ലെങ്കിൽ മാരുതി എന്ന് പേര് വരാൻ കാരണം വായുപുത്രനായതുകൊണ്ടാണ്. വായു എന്നുള്ളതാണ് മാരുതി എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥം. മാരുതി സഖ, വായുവിന്റെ കൂട്ടുകാരൻ, ഫ്രണ്ട് ഓഫ് എയർ. അതാണ് അന്ന് ഈ ഒരു വിമാനത്തിന് അല്ലെങ്കിൽ ഈ വാഹനത്തിന്, വിമാനം എന്ന് പറയുന്ന സാധനം പിന്നീടല്ല വരുന്നത്, ഈ വാഹനത്തിന് അവർ വിളിച്ചിരുന്ന പേര് മാരുതി സഖ. ഓക്കെ. എങ്ങനെയുണ്ട് സാധനം? പേരൊക്കെ അടിപൊളിയായിട്ട്. ഫേക്ക് അല്ല. അതായത് നമ്മളിപ്പോ പറഞ്ഞല്ലോ, നമ്മളിപ്പം മിസ്റ്ററിനെ കുറിച്ചാണ് സംസാരിക്കുന്നത്. ഇത് ഹിസ്റ്ററി ആണോ മിസ്റ്ററി ആണോ എന്നുള്ളതാണ്. ഫേക്ക് എന്ന് പറയുന്ന ഒരു സാധനം ഇല്ല. കാരണം ഇതിനെക്കുറിച്ച് പല വെബ്സൈറ്റുകളും പല ആർട്ടിക്കിളുകളും പറയുന്നുണ്ട്. പക്ഷെ തെളിവുകൾ ഉണ്ടോ, അത് വിശ്വസനീയമാണോ എന്നുള്ളതിനെ കുറിച്ചാണ് നമ്മൾ നോക്കുന്നത്. തെളിവുകൾ ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വേദങ്ങളിൽ വിമാനത്തിനെ കുറിച്ചിട്ട് പറഞ്ഞിട്ടുള്ളത് നമ്മൾ ഇതിനു മുമ്പേ വായിച്ചിട്ടുണ്ട്. ഞാൻ വേദം വായിച്ചിട്ടില്ല, പക്ഷെ വേദങ്ങളിൽ വൈമാനിക ശാസ്ത്രം, അതായത് വേദങ്ങളിൽ നിന്നും വിമാനത്തിനെ കുറിച്ച്, വായുവിലൂടെ സഞ്ചരിക്കുന്ന വാഹനങ്ങളെ കുറിച്ചിട്ട് പറഞ്ഞിട്ടുള്ള വിഷയങ്ങൾ വെച്ചിട്ട് സുബ്ബരായ ശാസ്ത്രി എഴുതിയിട്ടുള്ള ഒരു പുസ്തകമാണ് വൈമാനിക ശാസ്ത്രം. ഈ വൈമാനിക ശാസ്ത്രത്തിനെ ബേസ് ചെയ്തിട്ടാണ് അയാളുടെ പേര് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് താൽപദേ എന്നാണ് അയാൾ അറിയപ്പെടുന്നത്, ശിവകർ ബാപ്പുജി താൽപദേ. അപ്പം ജസ്റ്റ് താൽപദേ എന്ന് ഗൂഗിൾ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഒരു ആർട്ടിക്കിൾ നമുക്ക് വായിക്കാൻ പറ്റും. ഇദ്ദേഹം സുബ്ബരായരുടെ പുസ്തകം എടുത്തിട്ട് അതിനെ ഒബ്സർവ് ചെയ്തിട്ട് അതിനെ വെച്ചിട്ടാണ് ഇയാൾ ഒരു പ്ലാൻ ഉണ്ടാക്കിയതും ഒരു സ്കെച്ച് ഉണ്ടാക്കിയതും മോഡൽ ഉണ്ടാക്കിയതും എന്നൊക്കെ പറയുന്നു. പിന്നീട് ഒരു ലോക്കലായിട്ടുള്ള ഒരാൾ, വിക്കിപീഡിയ പറയുന്നത് ഒരു ലോക്കൽ എഞ്ചിനീയർ, ഇദ്ദേഹത്തെ കുറിച്ചിട്ടൊരു പുസ്തകം ഇറക്കി. 2000 ഈ ഒരു വിഷയം പുറത്തേക്ക് വരുന്നത്. അതുകൊണ്ടാണ് നമുക്ക് അതൊരു പഠന വിഷയമാവാഞ്ഞത് എന്ന് വേണമെങ്കിൽ പറയാം. എത്രയോ കാലങ്ങൾക്ക് മുമ്പേ മനുഷ്യൻ ചിന്തിക്കുന്ന ഒരു സാധനം അത്. അതായത് നമ്മൾ തന്നെ അതിനെ കുറിച്ചൊരു വീഡിയോ ഓർമ്മയുണ്ടോ നമുക്ക്? പറക്കുന്നതിന്റെ ഒരു പറക്കാൻ മനുഷ്യൻ എന്നും ആഗ്രഹമുണ്ട്. ചിരിപ്പിക്കുന്ന മരണങ്ങൾ എന്ന് പറയുന്ന ഒരു കണ്ടന്റ് ചെയ്തിട്ടുണ്ട്. ചിറക് വിരിച്ച് പാടി പറന്നിട്ട് മരിച്ചുപോയി. അതായത് പറക്കണം എന്നുള്ള ആഗ്രഹം പണ്ടേ മനുഷ്യനുണ്ട്. കാരണം ഒരു ചിറകുണ്ടായിരുന്നെങ്കിൽ എനിക്കും പറക്കായിരുന്നു എന്ന് മനുഷ്യൻ ചിന്തിച്ചിരുന്നു. പക്ഷെ ചിറകുണ്ടായതുകൊണ്ട് കാര്യമില്ല എന്ന് മനുഷ്യന് മനസ്സിലായി. കുറെ എണ്ണം മുകളിൽ താഴെ വീണ് ചത്തപ്പോ അവർക്ക് മനസ്സിലായി ചിറകിലൊന്നും വലിയ കാര്യമില്ല. പിന്നെ പറക്കുന്ന ഒരു വസ്തുവിന്റെ ഭാഗമായി മാറണം. അങ്ങനെയാണ് വാഹനം എന്ന് പറയുന്നൊരു ഇതിലേക്ക് വന്നിട്ടുണ്ടാവുക. സോ അന്ന് മുതലേ ഇതിനെക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടാവുക. അതുകൊണ്ട് തന്നെ ആയിരിക്കാം ഡാവിഞ്ചി ഒരു സ്കെച്ച് ഇട്ടതും
പിന്നീട് ഇങ്ങനെയൊക്കെ നമ്മൾ ഇന്ന് നമുക്ക് വാഹനം എന്ന് ആകാശത്തൂടെ സഞ്ചരിക്കാൻ പറ്റുന്ന വാഹനം എന്ന് പറയുമ്പോൾ വിമാനം നമ്മുടെ മനസ്സിൽ വരുന്നത്, നമ്മൾ ഇന്ന് അതിൽ യാത്ര ചെയ്യുന്നതും, ഞാൻ യാത്ര ചെയ്തിട്ടില്ല, നമ്മളിന്ന് യാത്ര ചെയ്യുന്നതും ഒക്കെ ആ ഒരു തോട്ടിൽ നിന്ന് വന്നതായിരിക്കും. പക്ഷെ മനഃപൂർവ്വം ചരിത്രത്തിൽ നിന്നും മറച്ചു കളഞ്ഞ ഒരു സാധനമാണ് ഇത് എന്ന് ഞാൻ പറഞ്ഞാലോ? അത് എനിക്കിപ്പോഴും അത് പറഞ്ഞപ്പോൾ ഒരു സംശയം തോന്നുന്നു. കാരണം ഇത്രയും മുന്നേ, അതായത് റൈറ്റ് സഹോദരങ്ങൾ മുന്നേ ഇങ്ങനൊരു തോട്ട് ആളുകൾക്ക് ഒരു വ്യക്തിയിൽ അല്ലെങ്കിൽ ഒരു പ്രദേശത്തിൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് എന്തുകൊണ്ട് നമ്മൾ ഹിസ്റ്ററിയിൽ നിന്ന് മറച്ചു വെച്ചു? അതെ, അതായത് ഇന്ത്യനെ പലപ്പോഴും മാറ്റി നിർത്താൻ ശ്രമിക്കുന്നതായിട്ട് തോന്നുന്നുണ്ടോ? പല ഇന്ത്യയിൽ ഒരുപാട് ഇൻവെൻഷൻ നടന്നിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ അറിയപ്പെടുന്ന മറ്റ് സ്ഥലങ്ങളിൽ ആദ്യമായി കണ്ടുപിടിച്ചു എന്നുള്ള രീതിയിൽ പറയാറുണ്ട്. അതെ, കാരണം വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ നാസ ചെയ്യുന്നതും നമ്മുടെ ISRO ചെയ്യുന്നതും സെയിം ആണ്. പക്ഷെ നാസയ്ക്ക് കിട്ടുന്ന ഒരു അപ്രിസിയേഷൻ ISROക്ക് കിട്ടുന്നില്ല എന്നൊക്കെ പറയുന്ന ഒരു തോന്നൽ എല്ലാവർക്കും ഉണ്ട്. അങ്ങനെ ഏകദേശം തോന്നി തുടങ്ങിയിട്ടുണ്ടെങ്കിൽ ഞാൻ കുറച്ച് കാര്യങ്ങൾ കൂടി പറയാം. അതായത് ഈ പറയുന്ന വ്യക്തി, താല്പര്യം എന്ന് പറയുന്ന വ്യക്തി ഇങ്ങനെ ഒരു വിമാനം ഉണ്ടാക്കി മീറ്ററുകളോളം പറന്നു 1500 അടി മുകളിൽ യാത്ര ചെയ്തിട്ട് മൂപ്പര് തകർന്നു വീണു. അയാള് മരിച്ചു. അല്ല, അതിലാണോ മരിച്ചത് അതിന് ശേഷമാണോ മരിച്ചത് എന്നുള്ളതിനെ കുറിച്ചിട്ട് കൃത്യമായിട്ട് എനിക്ക് ധാരണയില്ല. പക്ഷെ ഇയാൾ പറത്തിയിട്ടുണ്ട്. അത് ക്രാഷ് ചെയ്യുന്നതിന് മുമ്പേ മീറ്ററുകളോളം അത് സഞ്ചരിച്ചു എന്ന് കൃത്യമായിട്ടും ആ പുസ്തകത്തിൽ പറയുന്നുണ്ട്. ഇയാളെ കുറിച്ച് എഴുതിയിട്ടുള്ള പുസ്തകത്തിൽ ഇത് ഉണ്ടാക്കിയത് ബാംബൂ സിലിണ്ടേഴ്സ് വെച്ചിട്ടാണ്. അതായത് മുളയുടെ ചങ്ങാടൊക്കെ ഉണ്ടാക്കുന്നത് പോലെ ബാംബൂ സിലിണ്ടേഴ്സ് വെച്ച് കെട്ടിയിട്ടാണ് ഈ ഒരു സാധനം ഉണ്ടാക്കിയത്. ഇതിന്റെ സ്കെച്ച് ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സിന് ഇയാൾ അയച്ചിട്ടുണ്ട്. ഒന്ന് ആലോചിച്ച് നോക്കണം. അതായത് റൈറ്റ് സഹോദരന്മാര് ഉണ്ടാക്കുന്നതിന് മുമ്പേ ഇങ്ങനെ ഒരു സ്കെച്ച് പലർക്കും ഇയാൾ അയച്ചു കൊടുത്തിട്ടുണ്ട്. അത് തെളിവുകളല്ലേ? തെളിവുകളായിട്ട് കാണിക്കണമല്ലോ. എന്നാൽ അതിനെ ഒരു തെളിവ് അല്ലാതാക്കി മാറ്റുന്നത് ആരാന്നറിയാം? HAL ആണ്. അവര് പറയുന്നു അവർക്ക് ഇങ്ങനെ ഒരു ഡോക്യുമെന്റ് വന്നിട്ടില്ല, ഇങ്ങനെ ഒരു സ്കെച്ച് കിട്ടിയിട്ടില്ല, വേറൊരാൾക്ക് ഇയാൾ ഇങ്ങനെ ഒരു സ്കെച്ച് അയച്ചു എന്നതിന്റെ തെളിവുകളും ഇല്ല. ഇനി ഏറ്റവും അവസാനത്തെ പോയിന്റും കൂടി കേൾക്കണം. എന്ത് ഇന്ധനം ഉപയോഗിച്ചിട്ടായിരിക്കും ഈ ഒരു സാധനം പറത്തിയിട്ടുണ്ടാവുക? അതെ, അത് എന്റെ മനസ്സിൽ ഇപ്പൊ വന്ന ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു. അതെ, കാരണം വെച്ച് കഴിഞ്ഞാൽ 1903 ഈ വിമാനം അവര് പറത്തുമ്പോ, റൈറ്റ് സഹോദരന്മാര് പറത്തുമ്പോ അവർക്ക് ഇന്ധനമുണ്ട്. പക്ഷെ അതിനേക്കാൾ 8 വർഷങ്ങൾക്ക് മുമ്പ് എന്ത് ഇന്ധനമായിരിക്കും ഇയാള് ഉപയോഗിച്ചിട്ടുണ്ടാവുക? ഞെട്ടിപ്പിക്കുന്ന ഒരു സത്യം. 2 പ്രധാനപ്പെട്ട ഇന്ധനങ്ങൾ അതിനുണ്ടായിരുന്നു. ഒന്ന് മെർക്കുറിയാണ്. മെർക്കുറി വെച്ചിട്ട് അയാൾ എന്തൊക്കെയോ ചെയ്തു എന്ന് വിചാരിച്ചു. കെമിക്കൽ പ്രോസസ് ആണെന്ന് അറിയില്ല. ഭയങ്കര കിട്ടാൻ ബുദ്ധിമുട്ടായിട്ടുള്ള മറ്റൊരു ഇന്ധനമാണ് ഇതിലെ പ്രധാന സാധനം. മനുഷ്യമൂത്രം. മനുഷ്യന്റെ മൂത്രമായിരുന്നു അത്ര ഈ ഒരു വാഹനത്തിന്. അതിനെ വിമാനം എന്ന് ഞാൻ വിളിക്കുന്നില്ല, അതിനെ മാരുത് സഖ എന്ന് പറയാം. ഈ മാരുത് സഖ എന്ന് പറയുന്ന വിമാനത്തിന് ഉപയോഗിച്ചിരുന്ന ഇന്ധനം മനുഷ്യന്റെ മൂത്രം. അപ്പൊ ആലോചിക്കണം, ഒരു 10-200 ആൾക്കാരെ കൊണ്ട് പോകുമ്പോൾ ഓരോ ആൾക്കാർ ഒരു 10 മിനിറ്റിൽ ഒന്ന് മൂത്രം ഒഴിച്ച് പോയി കഴിഞ്ഞാൽ നമുക്ക് എത്ര കിലോമീറ്റർ വേണമെങ്കിൽ പോവാം. അതെന്തൊരു ഇന്നത്തെ പല പ്രശ്നങ്ങളും. അതെ, ഞാൻ പറയും, ഇത് മറ്റുള്ളതൊക്കെ മിസ്റ്ററി ഹിസ്റ്ററി ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് മിസ്റ്ററി തട്ടിക്കളഞ്ഞിട്ട് ഹിസ്റ്ററി ഇങ്ങനെ നിന്നിരുന്നെങ്കിൽ ഒന്ന് വിശ്വസിച്ചിരുന്ന ഒരു സാധനം, ആഗ്രഹിച്ചിരുന്ന ഒരു സാധനം, ഇത് മിസ്റ്ററി മാറിയിട്ട് ഇതായിരിക്കണം, ഈ മിസ്റ്ററിയാണ് റിയൽ ആവേണ്ടതെന്ന് വിചാരിക്കുന്ന ഒരു സാധനമാണ്. അതായത് ഈ മനുഷ്യൻ മൂത്രത്തിനെ ഇന്ധനമാക്കിയിട്ട് അത് തുടങ്ങി. എന്നിട്ട് ഇത് മീറ്ററുകളോളം സഞ്ചരിച്ചു. 1500 അടി ഉയരത്തിൽ മീറ്ററുകളോളം സഞ്ചരിച്ചു പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് ആലോചിച്ച് നോക്കണം. അത് ഉയർന്ന് പൊന്തി. എങ്ങനെ? അതാണ് അതിപ്പോ നമ്മൾ വിചാരിക്കും, നമുക്ക് ചിന്തിക്കുമ്പോ ഒരു ഇതാണെങ്കിലും അപ്പൊ ഇങ്ങനെ കുറച്ച് ആൾക്കാർ അതൊരു ക്ലെയിം ചെയ്യുന്നത് എന്ത് അടിസ്ഥാനത്തിൽ? ആ ക്ലെയിം ചെയ്യുന്നത് ഒരു പ്രത്യേക തരം ആളുകളാണ്, ഹിന്ദുത്വ റൈറ്റ് വിങ്. സ്വാഭാവികമായിട്ടും. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യയാണ് ഇതിന്റെ പിന്നിൽ എന്നുള്ളതിനെ ബൂസ്റ്റ് ചെയ്യിപ്പിക്കാന്നാണ് അവരുടെ ഉദ്ദേശം. പക്ഷെ അത് കുറച്ചും കൂടി ബിലീവബിൾ ആയിരുന്നു എങ്കിൽ രസമുണ്ടായിരുന്നു കേൾക്കാൻ. കാരണം മനുഷ്യമൂത്രം. എന്നാലും ഈ ഇങ്ങനൊരു വ്യക്തി ഉണ്ട് എന്നുള്ളതും, വ്യക്തിയുണ്ട്, ആ വ്യക്തി ഇങ്ങനെ ഒരു കാര്യം ചെയ്തു എന്നുള്ളതും
ശിവകർ ബാബുജി താൽപതെ എന്ന് പറയുന്ന ഒരു വ്യക്തിയുണ്ട്. ഇദ്ദേഹം ഒബ്സർവ് ചെയ്തിട്ടുള്ള വൈമാനിക ശാസ്ത്രം എന്ന് പറയുന്ന ഒരു പുസ്തകമുണ്ട്. വൈമാനിക ശാസ്ത്രം എന്ന് പറയുന്ന പുസ്തകം എഴുതിയ സുബ്ബരായരും ഉണ്ട്. സുബ്ബരായ ശാസ്ത്രി പറഞ്ഞ പോലെ വേദങ്ങളിൽ വിമാനത്തെ കുറിച്ചിട്ട് മെൻഷൻ ചെയ്യുന്നുണ്ട്. ഇതൊക്കെ റിയലാണ്. ഇതേപോലെ തന്നെ ഇദ്ദേഹത്തിന്റെ സ്കെച്ച് HAL-ലേക്ക് അയച്ചു എന്ന് പറയുന്നു. അത് HAL-ന് കിട്ടിയിട്ടില്ല. ഈ ഭാഗത്തുള്ള സാധനങ്ങളൊക്കെ കൃത്യമായിട്ടുള്ള പ്ലാനാണ്. പക്ഷെ ഇന്ന് നമുക്ക് എടുത്തു കാണിക്കാവുന്ന തെളിവുകളൊന്നും ഈ വിഷയത്തിൽ എങ്കിലും ലോജിക്കലായിട്ട് അതിലും ചില പ്രശ്നങ്ങൾ കാണുന്നുണ്ട്. ഉള്ള പ്രശ്നങ്ങളൊക്കെ ലോജിക്കലാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് ബാമ്പു വെച്ചിട്ട് വിമാനം ഉണ്ടാക്കാൻ വെള്ളത്തിൽ പൊന്തി കിടക്കുന്ന ഒരു തോണിയാണ് ഉണ്ടാക്കുന്നത് എങ്കിലൊക്കെ. പക്ഷെ വായുവിൽ പോകുന്ന ഒരു സാധനം ബാമ്പു വെച്ചിട്ട് ഉണ്ടാക്കുന്നു, ഉണ്ടാക്കി തന്നെ വിചാരിച്ചോ. കൃത്യമായ ഗ്യാപ്പുകളൊക്കെ അടച്ച് ഒരു ബലൂണൊക്കെ വെച്ച് കെട്ടി, അപ്പോഴും ബലൂൺ വേണ്ടേ? അത് വേണം. അപ്പൊ അതൊക്കെ വിട്ടേക്ക്. ഇത് വായുവിൽ നിന്നും തന്നെ വിചാരിക്ക്. ഇത് വായുവിലേക്ക് പൊന്താനും മുന്നോട്ട് പോവാനും ഒരു ഇന്ധനം വേണ്ടേ? അത് മനുഷ്യമൂത്രവും മെർക്കുറി മിക്സ് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുന്നത്? കെമിക്കലി അവിടെ ഒന്നും സംഭവിക്കുന്നില്ല. സോ അത് ആണെന്ന് വിക്കിപീഡിയ പറയുന്നു. വിക്കിപീഡിയ മാത്രമല്ല, പല വെബ്സൈറ്റിലും ഈ സെയിം സാധനം താൽപതെ അല്ലെങ്കിൽ മാരുത് സഖാ എന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ മതി. അതിനെ കുറിച്ചിട്ട് ഒരുപാട് ഞെട്ടിപ്പിക്കുന്ന ഡീറ്റെയിൽസ് കിട്ടും. സോ ഇത് ഒരു മിസ്റ്ററിയാണ്. അത് എന്താ ഇതിന് പിന്നിൽ പ്രവർത്തിച്ചത് അറിയില്ല. അതായത് മനസ്സിലാവുന്നില്ല എന്ന് നമുക്ക് പറയാം. വേണമെങ്കിൽ ഒന്ന് മാറി ചിന്തിച്ചു കഴിഞ്ഞാൽ അത് വെറും ബ്ലണ്ടർ ആണെന്നും പറയാം. പക്ഷെ ഇത്രയും പല പല വെബ്സൈറ്റുകളും ഇതിനെ കുറിച്ചിട്ട് അഘോരം സംസാരിക്കുന്നത് അതിലാണ് എനിക്കത് അവിടെയാണ്. കാരണം പച്ചവെള്ളത്തിൽ നിന്ന് പെട്രോൾ കണ്ടുപിടിച്ച പോലെ മനുഷ്യമൂത്രത്തിൽ നിന്ന് ഇനി പെട്രോൾ കണ്ടുപിടിക്കോ എന്നുള്ളതിനെ കുറിച്ചിട്ട് അറിയില്ല. എന്തായാലും ഇതൊരു മിസ്റ്ററിയാണ്. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ സംബന്ധിച്ചിട്ട് കേൾക്കുമ്പോ തന്നെ ഒരു വിശ്വസിക്കാൻ പറ്റുമോ വിശ്വസിക്കാൻ പറ്റില്ല എന്നുള്ളൊരു സാധനമാണ്. ചില ആളുകളെ സംബന്ധിച്ച് കേൾക്കുമ്പോൾ ബ്ലണ്ടർ ആണെന്ന് പറഞ്ഞ് ഒഴിവാക്കും. അത് കാരണം അത് പറഞ്ഞ ആളുകൾ അങ്ങനെ ആയതുകൊണ്ടും അതിന് വിഷയങ്ങൾ ഇതായതുകൊണ്ടും ഒഴിവാക്കുന്ന ആൾക്കാരുണ്ട്. ഇതേപോലെ ഇന്നും എത്രയോ ആളുകൾ പറഞ്ഞിട്ടും വിശ്വസിക്കാത്ത മറ്റൊരു സാധനമുണ്ട്. ചന്ദ്രനിൽ കാല് കുത്തിയ വിഷയം. പണ്ട് മുതൽക്കേ എന്നും കോൺസ്പിറസി എന്ന് പറഞ്ഞാൽ ഇലുമിനാറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ നെക്സ്റ്റ് ഏറ്റവും കൂടുതൽ ആളുകൾ സെർച്ച് ചെയ്യുന്നതും ഇന്നും വാദിച്ചുകൊണ്ടിരിക്കുന്നതുമായിട്ടുള്ള രണ്ട് വിഷയങ്ങളിൽ ഒന്നാണ് ചന്ദ്രനിൽ കാലുകുത്തി. ഒന്നാമത്തെ വിഷയം ഫ്ലാറ്റ് എർത്ത്. രണ്ടാമത്തെ വിഷയം ചന്ദ്രനിൽ മനുഷ്യൻ കാലുകുത്തിയിട്ടില്ല എന്നുള്ളതാണ്. പ്രധാനമായിട്ടും ഇവർ പറയുന്ന മെയിൻ പോയിന്റ്സ് ശ്രദ്ധിച്ചിട്ടുണ്ടോ നീ? അതായത് ഒന്ന് ഇയാളുടെ ഷൂ പ്രിന്റ്. ഫുട് പ്രിന്റ് എന്ന് പറയുന്നത് മ്യൂസിയത്തിലുള്ള നീൽ ആംസ്ട്രോങ്ങിന്റെ ഷൂ പ്രിന്റും ഫോട്ടോസിൽ കാണുന്നത് ഡിഫറെന്റ് ആണ്. അത് പറയുന്നുണ്ട്. ഫ്ലാഗ് അതൊരു ഫ്രെയിമിലാണ് വെച്ചിട്ടുള്ളത്. വായുവില്ലാതെ ചന്ദ്രനിൽ എങ്ങനെ പാറി അത് ഫ്രെയിമിലാണ് വെച്ചിട്ടുള്ളതെന്ന് അവര് പിന്നീട് ക്ലെയിം ചെയ്യുന്നു. ഇതേപോലെ തന്നെ ആകാശത്ത് നക്ഷത്രങ്ങളെ കാണുന്നില്ല എന്ന് പറയുന്നത്. രാത്രി ഇത്രയും ഡാർക്കായ ആകാശത്ത് എങ്ങനെ നക്ഷത്രങ്ങളെ കാണാതിരിക്കും? അതും ഈ ക്യാമറ എക്സ്പോഷറിന്റെ ഇഷ്യൂസ് ആണെന്നുള്ളതും അവർ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. ഇതുപോലെ തന്നെ മറ്റൊരു ചോദ്യം, എന്തുകൊണ്ട് ഇത്രയും കാലങ്ങളായിട്ടും മറ്റൊന്ന് അവർ ട്രൈ ചെയ്യുന്നില്ല? ഇപ്പം റീസെന്റ് മറ്റേ സുനിത വില്യംസിനെ കൊണ്ടുവരുന്ന കേസായാലും ഇത്രത്തോളം കോംപ്ലിക്കേറ്റഡ് ആവുന്നത് എങ്ങനെയാണ്? ചന്ദ്രനിൽ പോയി വന്ന മനുഷ്യനല്ലേ, ഇതെന്തിനാണ് ഇത്രത്തോളം കോംപ്ലിക്കേറ്റഡ് ആവുന്നത് എന്നാണ് അവർ ചിന്തിക്കുന്നത്. എന്താണ് ആ വിഷയത്തെ കുറിച്ച് നിങ്ങൾക്ക് പറയാനുള്ളത്? ഒന്നാമത് ഈ ഒരു വിഷയത്തെ കുറിച്ച് ഞാൻ ഒരുപാട് സെർച്ച് ചെയ്ത സമയത്ത് കിട്ടിയതാണ്. മനസ്സിലാക്കിയ കാര്യം എന്താ വെച്ചാൽ, ആദ്യം നമുക്ക് ഒരിക്കലൊന്ന് അതിനെക്കുറിച്ച് അറിയാനൊക്കെ കുറച്ച് മനുഷ്യർ പറഞ്ഞയച്ചുവെങ്കിലും പിന്നീടും പോയിട്ടുണ്ട്. 12ഓളം മനുഷ്യന്മാർ പോയിട്ടുണ്ട്. അതും 8ഓളം അതെ സ്പേസ് മിഷൻ പോയിട്ടുണ്ട്. അപ്പോൾ പോയിട്ടില്ല എന്നല്ല, പക്ഷെ എന്നാലും റീസെന്റ് പോവാത്തത് എന്തുകൊണ്ട്? ഇത്രയും ടെക്നോളജി റീസെന്റിലാണ് വന്നത്. അപ്പൊ ഈ റീസെന്റ്ലി ഇങ്ങനെ ഇത്രയും ടെക്നോളജി വന്നിട്ട് പോവാത്തത് എന്തുകൊണ്ടെന്ന് വെച്ചാൽ അതിന്റെ ആവശ്യകത ശരിക്കും മനുഷ്യന് അവിടെ പോകേണ്ട ആവശ്യകത ഇല്ല എന്നുള്ളതാണ്. ഒന്ന്, മനുഷ്യനെ കൊണ്ടുപോകുന്നതിൻ്റെ ചെലവുകളും മനുഷ്യനെ കൊണ്ടുപോകുന്ന റിസ്കുകളും ഒക്കെ വെച്ച് നോക്കുമ്പോൾ ഇന്ന് ഏത് പ്രതികൂല സാഹചര്യങ്ങളെയും തരണം ചെയ്യാനുള്ള
മനുഷ്യനെ പോലെ തന്നെ പലതരത്തിലുള്ള വർക്കുകൾ ചെയ്യാൻ പറ്റും. ഏത് കാലാവസ്ഥയോ ടെമ്പറേച്ചറോ ഒന്നും പ്രശ്നമില്ലാത്ത നല്ല അസൽ റോബോട്ടുകളുണ്ട്. അതെ, റോബോട്ടുകളെ കൊണ്ട് നമുക്ക് ഈ പണികളൊക്കെ ചെയ്യിക്കാൻ പറ്റും. ഒരു റിസ്ക്കും ഇല്ലാതെ, ആരുടെയും ജീവനൊരു പ്രശ്നമൊന്നും ഇല്ലാതെ ഈ പണികളൊക്കെ ചെയ്യിക്കാൻ പറ്റും എന്നുള്ളത് കൊണ്ട് പിന്നെ എന്തിനാ നമ്മൾ മനുഷ്യനെ കൊണ്ടുപോകേണ്ട ആവശ്യം? അല്ല, കാര്യം ഇപ്പം ഞാൻ പറഞ്ഞ കാര്യം, അതായത് നമുക്കിപ്പോ ഒരു സിനിമ കാണണം, ആ സിനിമ കാണും കോരിച്ചൊരിഞ്ഞ മഴയാണ് പുറത്ത്. അപ്പൊ എന്റെ കണ്ണിന് ഒറ്റയ്ക്ക് പോയിട്ട് സിനിമ കണ്ട് വരാൻ പറ്റുമെങ്കിൽ, ജസ്റ്റ് തിങ്ക്, എന്റെ കണ്ണിന് ഒറ്റയ്ക്ക് പോയിട്ട് സിനിമ കണ്ടിട്ട് തിരിച്ചു വരാൻ പറ്റുന്നുള്ള ഒരു കഴിവുണ്ടെങ്കിൽ ഞാൻ മഴയത്തേക്ക് ഇറങ്ങും. ഇല്ല. ഇതേപോലെ ഇപ്പം പല സ്റ്റോറീസിലും പറയുന്ന ഒരു സാധനമുണ്ട്. ഇപ്പം നമ്മൾ തന്നെ ഈബൻസിനെ കുറിച്ചിട്ട് പറയുന്നുണ്ട്. അതായത് മറ്റേതോ ഗ്രഹത്തിലുള്ള അന്യഗ്രഹ ജീവികൾ അവരുടെ യഥാർത്ഥ ഫിസിക്കൽ ബോഡി അവിടെ വെച്ചിട്ട് റോബോട്ട്സിനെ ഇങ്ങോട്ടേക്ക് വിടുന്നതാണ് നമ്മൾ ഈ കാണുന്ന ഗ്രേ ടൈപ്പ് ഏലിയൻസ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കുറെ കോൺസ്പിറസീസ് ഉണ്ട്. ഈബൻസ് എന്നാണ് അതിനെ പറയുന്നത്. സോ അതേപോലെ മനുഷ്യൻ ഇപ്പോ ജസ്റ്റ് ചൊവ്വ വരെ എത്തിയിട്ടുള്ളൂ, അല്ലെങ്കിൽ ചന്ദ്രനിലേക്കാണ് നമ്മൾ പോകുന്നതെങ്കിൽ നമ്മളൊരു റോബോട്ടിനല്ലേ വിടുന്നത്. നമുക്ക് അവിടെ ചെന്നിട്ട് സാമ്പിൾസ് കളക്ട് ചെയ്തിട്ട് തിരിച്ചു കൊണ്ടുവരാൻ റോബോട്ട്സ് ധാരാളമാണ്. എത്രയോ റോബോട്ട്സിനെ നമ്മൾ വിട്ടിട്ടുകൊണ്ട് റോബോട്ട്സ് അവിടെ നിറഞ്ഞിട്ടുണ്ട്, തിരിച്ചു വന്നിട്ടുണ്ട്. മാക്സിമം ഇനിയിപ്പോ നമുക്ക് ചന്ദ്രനിൽ നിന്ന് കിട്ടാനൊന്നുമില്ല, കിട്ടുന്നിടത്തോളം കിട്ടിയിട്ടുണ്ട് എന്നുള്ളതാണ് ധാരണ, മീൻസ് റിയാലിറ്റി. അതിൽ തന്നെ ചന്ദ്രന്റെ ഡാർക്ക് സൈഡ് നമ്മളും പോയിട്ടുണ്ട്. ചന്ദ്രയാൻ അവിടെ പിച്ച് ചെയ്തിട്ടുണ്ട്, അവിടെ മൂപ്പര് ഇപ്പോഴും അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നു. ഇപ്പൊ ഡൗൺ ആയി എന്ന് പറയുന്നു. എന്തായാലും ചന്ദ്രന്റെ മാക്സിമത്തിൽ നമ്മൾ പിഴിഞ്ഞെടുത്തിട്ടുണ്ട് എന്നുള്ളതാണ് ഇപ്പം സയൻസ് വേൾഡ് പറയുന്നത്. പക്ഷേ ഇത് റിയാലിറ്റി. ഇതിന്റെ കുറെ കോൺസ്പിറസീസ് ഉണ്ട്. അതായത് അതാണല്ലോ നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട മേഖല. അതായത് ഈ പറയുന്ന ചന്ദ്രനിൽ കാല് കുത്തിയത് ഒരു ഫേക്ക് ആയിരുന്നു, അതൊരു ഡ്രാമയായിരുന്നു എന്ന് പറയുന്ന ആളുകൾ ഈ പറയുന്ന പോയിന്റ്സ് ഒക്കെ എടുത്തു പറയുന്നത് മറ്റേ ദ സ്പേസ് ഒഡീസി എന്ന് പറയുന്ന ഒരു സിനിമ, അതായത് സ്റ്റാൻലി കുബ്രിക്കിന്റെ ആ സിനിമ ഇറങ്ങിയതിന് ശേഷം കെന്നഡിയുടെ നിർബന്ധപ്രകാരം നാസയും സ്റ്റാൻലി കുബ്രിക്കും അവരുടെ ടീമും കൂടി ചേർന്ന് ഷൂട്ട് ചെയ്തിട്ടുള്ള ഏരിയ 51 വെച്ച് ഷൂട്ട് ചെയ്തിട്ടുള്ള ഒരു ഡ്രാമയായിരുന്നു നീൽ ആംസ്ട്രോങ് നായകനായിട്ടുള്ള ഈ ഒരു മൂൺ ലാൻഡിംഗ് എന്ന് പറയുന്നു. അങ്ങനെ വിശ്വസിക്കാൻ കുറെ കാരണങ്ങൾ പറയുന്നുണ്ട്. അതിലെ ചില കാരണങ്ങൾ മാത്രമാണ് നമ്മളിപ്പോ നേരത്തെ പറഞ്ഞതും. അതിന് അവര് തിരിച്ചു പറയുന്നു. എനിക്ക് ഏറ്റവും കൂടുതൽ നാസയോട് ദേഷ്യം തോന്നുന്നൊരു വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പ്രഷ്യസ് ആയിട്ട് കാണണ്ട, മനുഷ്യന്റെ ഏറ്റവും പ്രഷ്യസ് ആയിട്ടുള്ള തീ കണ്ടുപിടിച്ചതിന് ശേഷമുള്ള ദ ബെസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ചന്ദ്രനിൽ കാലുകുത്തിയായിരുന്നു. ഒരു വിലയില്ലാത്ത രീതിയിൽ അത് നഷ്ടപ്പെട്ടു പോയി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അത്രയും പ്രഷ്യസ് ആയിട്ട് കാണേണ്ട ഒരു സാധനം ജസ്റ്റ് മിസ്സിങ്. അതെങ്ങനെയാ ശരിയാവും? അല്ലേ? ഇപ്പം നമ്മുടെ കയ്യിൽ നിന്ന് ഒരു സാധനം, നമ്മളൊരു കല്യാണം ഷൂട്ട് ചെയ്തു, അല്ലെങ്കിൽ ഒരു ഫ്രണ്ടിന്റെ ഫോട്ടോ ഷൂട്ട് ചെയ്തു, അത് ഡിലീറ്റ് ആയി പോയി എന്ന് പറയുമ്പോൾ എത്രത്തോളം വിഷമം നമുക്കുണ്ടാവും. അപ്പൊ ലോകം മുഴുവൻ അത്രയും പ്രഷ്യസ് ആയിട്ട് കാണുന്ന ഒരു സാധനം മിസ്സിംഗ് എന്ന് പറഞ്ഞിട്ട് ഒഴിവാക്കാൻ പറ്റുന്ന എങ്ങനെയാണ്? അവിടെയൊക്കെയാണ് ശരിക്കും കോൺസ്പിറസി ആണെന്ന് അറിയുമ്പോഴും അയ്യേ എന്നുള്ളൊരു സാധനം വരുന്നത്. മനസ്സിലായോ? ഇപ്പൊ ഏരിയ 51 കുറിച്ചിട്ട്, അതെ, കാരണം ഏരിയ 51 ഇങ്ങനെ ഒരു സാധനം പറയുന്നത്. ഏരിയ 51 കുറിച്ചിട്ട് ഒരുപാട് കോൺസ്പിറസീസ് ഉണ്ട്. അതിൽ ഒന്ന് മാത്രമാണ് ഈ മൂൺ ലാൻഡിങ് എന്ന് പറയുന്നത്. കോൺസ്പിറസിയാണ്, കാരണം തെളിവുകൾ ഒന്നും തന്നെ ഇല്ല. എന്നാൽ അതല്ലാന്ന് കാണിക്കാനുള്ള തെളിവുകളും ഇല്ല. സോ ഇപ്പം സ്റ്റാൻലി കുബ്രിക്കിന്റെ മരണം, അയാള് ഇന്നത് കാരണമാണ്. പക്ഷെ ആ മരണം സംഭവിക്കുന്നത് മൂപ്പരുടെ, അതായത് ഈ സംഭവം കഴിഞ്ഞിട്ടും, ഈ ഷൂട്ട് കഴിഞ്ഞിട്ടും, ഇത് ഷൂട്ട് നടന്നിട്ടുണ്ടെങ്കിൽ തന്നെ ഇതിന് 30 കൊല്ലത്തിന് ശേഷമാണ് കെന്നഡിന്റെ മരണം. ഇതൊക്കെ ഈ ഒരു കോൺസ്പിറസി ആയിട്ട് കണക്ട് ചെയ്തിട്ട് പലരും പറയുന്ന വിഷയങ്ങളാണ്. നമ്മളതൊരു വീഡിയോ ആയിട്ട് പോലും ചെയ്തിട്ടില്ല. അതിന്റെ കാരണം ഞാൻ മൂൺ ലാൻഡിങ്ങിൽ വിശ്വസിക്കുന്ന ഒരാളായതുകൊണ്ടാണ്. പക്ഷേ ഒരു കോൺസ്പിറസിയെ സ്നേഹിക്കുന്ന ഒരാൾ എന്നുള്ള രീതിയിൽ ഇതൊരു ഇൻട്രസ്റ്റിംഗ് തിങ് ആണ് എന്നെ സംബന്ധിച്ച്. ഞാൻ അതിനെക്കുറിച്ച് വായിക്കുകയും അതൊരു രസമായിട്ട് കാണും, പ്രത്യേകിച്ച് സ്റ്റാൻലി കുബ്രിക്ക്. കാരണം സ്റ്റാൻലി കുബ്രിക്കിന്റെ സിനിമകൾ, ഷൈനിങ് അടക്കമുള്ള സ്റ്റാൻലി കുബ്രിക്കിന്റെ സിനിമകൾ, സ്പേസ് ഒഡീസി എന്നൊക്കെ പറഞ്ഞാൽ ക്ലാസിക് ആണ്. അപ്പം അത് അയാൾ ഉൾപ്പെട്ടിട്ടുള്ള ഒന്ന്. പിന്നെ വേറൊരു സാധനം നീ കേട്ടിട്ടുണ്ടോ എന്നുള്ള എനിക്കറിയാം, ഞാൻ ഒരു വീഡിയോയിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്. നീൽ ആംസ്ട്രോങ് തന്നെ ഫേക്ക് ആയിരുന്നു. യഥാർത്ഥത്തിൽ നീൽ ആംസ്ട്രോങ് എന്ന് പറയുന്ന ഒരാളില്ല. മനസ്സിലായോ? അതായത് നീൽ ആംസ്ട്രോങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനുഷ്യ കുലത്തിൽപ്പെട്ട ആളെ ആയിരുന്നില്ല.
പക്ഷെ നിങ്ങളുടെ മുമ്പിൽ, ജനങ്ങളുടെ മുമ്പിൽ അത് തെളിയിച്ചുകൊണ്ട് തന്നെയാണ് നീൽ ആംസ്ട്രോങ്ങിനെ കൊണ്ടുവന്നത്. അതായത് നീൽ ആംസ്ട്രോങ് എന്ന് പറയുമ്പോൾ നീൽ ആംസ്ട്രോങ്, നീൽ എ. ഒന്ന് തിരിച്ചു വായിച്ചു നോക്കിയേ. നീൽ എ, NEILALIEN, ഏലിയൻ. ഏലിയൻ. മനസ്സിലായോ? അതായത് ആളെ ഏലിയനാണ്, മനുഷ്യന് പോകാൻ പറ്റൂല, അവിടെ കാല് കുത്തിയത് മനുഷ്യനല്ല എന്ന് നമ്മളെ ബോധിപ്പിക്കുകയായിരുന്നു. അന്നൊക്കെയുള്ള കോൺസ്പിറസീസ് ഉണ്ട്. അതിനുശേഷം പല മനുഷ്യരും പോയിട്ടുണ്ട്. ഇപ്പം അദ്ദേഹത്തിന്റെ തന്നെ പല വീഡിയോസും, ഞാൻ തന്നെ ഒരു വീഡിയോയിൽ പറയുന്നത്, നീൽ ആംസ്ട്രോങ് തന്നെ അവസാന കാലഘട്ടത്തിൽ ഒരു പ്രസ് മീറ്റിൽ പറഞ്ഞിട്ടുണ്ട്, ഒരു ഇന്റർവ്യൂവിൽ പറയുന്നുണ്ട്, അത് അന്നത്തെ ദിവസം, അതായത് ഇവര് മൂൺ ലാൻഡിങ്ങിന് പോകുന്ന സമയത്ത് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് എന്തോന്ന് ഇവര് കണ്ടു, അതൊരു UFO ആണോ എന്നൊക്കെ നീൽ ആംസ്ട്രോങ്ങിന്റെ വോയിസിൽ തന്നെ നീൽ ആംസ്ട്രോങ് ചോദിച്ചിട്ടുള്ള സാധനങ്ങളുണ്ട്. അതിൽ വെച്ചിട്ട് ഇയാള് അവിടെ ഒരു സിവിലൈസേഷനെ കണ്ടു, ചന്ദ്രന്റെ ഇരുണ്ട ഭാഗത്ത് ഒരു സിവിലൈസേഷനെ കണ്ടു. അവിടുന്ന് ഇവര് ആ മിഷൻ അബോർട്ട് ചെയ്യായിരുന്നു എന്നാ പറയുന്നത്. കോൺസ്പിറസി ആണെങ്കിൽ തെളിവൊന്നുമില്ല, പക്ഷെ അങ്ങനെ ഒരു മിഷൻ അവിടെ അബോർട്ട് ചെയ്തത് കൊണ്ട് അവർ തിരിച്ചു പോന്നു. ആ ഒരു കണക്ഷൻ ബിൽഡപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അപ്പോളോ 11 ശേഷമുള്ള മിഷൻസ് നടന്നിരുന്നതെന്നും പറയുന്നു. സോ ഇങ്ങനെയൊക്കെ ഈ ഒരു സംഭവത്തിനെ തന്നെ, ഇതൊരു ഹിസ്റ്ററിയാണ്, ഈ ഹിസ്റ്ററിനെ തന്നെ മിസ്റ്ററി ആക്കണം. ഇതുവരെ നമ്മൾ പറഞ്ഞിട്ടുള്ള ഹിസ്റ്ററികളൊക്കെ കൃത്യമായ തെളിവുകൾ ഇല്ലാത്തത് കൊണ്ടാണ് മിസ്റ്ററികളായി മാറുന്നത്. പക്ഷെ ഇതിന്റെ ഒരു പ്രത്യേകത എന്താണെന്ന് അറിയാം, കൃത്യമായ തെളിവുകൾ ഉണ്ടെങ്കിലും ചില അംഗീകരിക്കാൻ എടുക്കാനുള്ള ബുദ്ധിമുട്ടും പ്ലസ് ചില ആഡ് ഓൺസ്, അതായത് നാസ അറിയ പോലും ചെയ്യാത്ത ചില വിഷയങ്ങൾ അതിന്റെ കൂടെ ആഡ് ഓൺ ചെയ്ത് ചില പൊടിപ്പും തൊങ്ങലുകളും വെച്ച് ഉണ്ടാക്കുന്ന കഥകൾ, ആ കഥകളിലാണ് ഹിസ്റ്ററി മിസ്റ്ററിയായി മാറുന്നത്. മനസ്സിലാവുന്നുണ്ടോ? സോ ഇതൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മുമ്പിൽ ഓപ്പൺ ആവണം. ഇപ്പം കഴിഞ്ഞ ദിവസം നീ തന്നെ പറഞ്ഞിട്ടൊരു സാധനമുണ്ട്, അതായത് ചന്ദ്രന്റെ സാമ്പിൾസ്. അതെ, ചന്ദ്രനിൽ പാറക്കല്ലുകൾ. അതായത് കുറച്ചു കാലം മുന്നേ വരെ നമ്മൾ സാധാരണ ഏതൊരാൾക്കും നമുക്ക് അതിൽ സംശയം തോന്നുകയാണ്, മൂൺ ലാൻഡിങ് ഒരു ഫേക്ക് ആണോ അല്ലെങ്കിൽ നമുക്ക് സംശയം തോന്നിയെന്ന് വിചാരിക്കാൻ നമ്മൾക്ക് നാസയോട് പോയിട്ട് ചോദിക്കാം, മൂണിൽ നിന്ന് കിട്ടിയ സാമ്പിൾസ്, അവിടുത്തെ പാറകൾ, മണ്ണ്, അതിൻ്റെയൊക്കെ സാമ്പിൾസ് നമുക്ക് പരിശോധിക്കാൻ, സ്വന്തം നിലയിൽ പരിശോധിക്കാൻ ഒരു സാമ്പിൾസ് നമുക്ക് ആവശ്യപ്പെടാമായിരുന്നു. ഇപ്പൊ അത് കൊടുക്കുന്നുണ്ടോ എന്നുള്ളത് കൃത്യമായിട്ട് അറിയില്ല. ഇപ്പൊ അത് കൊടുക്കുന്നില്ല. അപ്പൊ അങ്ങനെ ഒരു കാര്യമുണ്ട്. അപ്പൊ അങ്ങനെ അവർ കൊടുത്തിട്ടുമുണ്ട്, കുറെ ആൾക്കാർ അങ്ങനെ വാങ്ങിച്ചിട്ടുള്ളതായിട്ട് കേട്ടിട്ടുണ്ട്. അതായത് നമുക്ക് നമ്മളുടേതായിട്ടുള്ള പരീക്ഷണങ്ങൾക്ക് വേണ്ടിയിട്ട് മോണിന്റെ ഒരു കഷ്ണമായിട്ട് വീട്ടിലേക്ക് വരാം. വീട്ടിലേക്ക് വന്നിട്ട് നമ്മളുടെ പരീക്ഷണങ്ങളിൽ നമുക്ക് നിരീക്ഷിക്കാം അതിനെ, എന്നിട്ട് നമ്മുടെ ആവശ്യം ചെയ്ത് നമുക്ക് തിരിച്ചു കൊടുക്കാം. ഭയങ്കര രസമുള്ള കാര്യമാണ്. പക്ഷെ നമുക്ക് എടുത്തു വെക്കാൻ പറ്റുകയാണെങ്കിൽ നല്ലൊരു രസമായിരുന്നത്. മൂണിന്റെ ഒരു കഷ്ണമാണ് നമ്മുടെ ചന്ദ്രന്റെ ഒരു കഷ്ണം. പറക്കല്ലാണ്, സത്യമാണ്. പക്ഷെ എന്നാലും ഒരു ഒന്ന് ആലോചിച്ച് നോക്കണം, എത്രയോ ലക്ഷം കിലോമീറ്റർ ദൂരെ നമുക്ക് കാണാൻ മാത്രം പറ്റുന്ന ഒരു, ഇപ്പൊ കുറച്ച് നേരത്തെ പറഞ്ഞ കാര്യം, സ്വാഭാവികമായിട്ടും ഞാൻ ഈജിപ്തിൽ പോയി കഴിഞ്ഞാൽ പിരമിഡിന്റെ ഒരു കഷ്ണം പൊട്ടിച്ചിട്ട് ഞാൻ പോക്കറ്റിട്ട് കൊണ്ടുവരും. കരച്ചാ പിരമിഡിന്റെ ഒരു കഷ്ണമാണ്. കാരണം എന്റെ ഒരു സുഹൃത്ത് ഇതേമാതിരി എനിക്ക് തന്നിട്ടുണ്ട്. എനിക്ക് അവൻ പിരമിഡിന്റെ അടുത്ത് പോയിട്ട് പിരമിഡിന്റെ താഴെ നിന്ന് കുറച്ച് മണ്ണെടുത്തിട്ട് അതൊരു ചെറിയ ഡപ്പിയിലിട്ട് എനിക്ക് തന്നിട്ടുണ്ട്. ഞാൻ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു, കാറിലൊക്കെ തൂക്കിയിട്ടൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ അതായത് ഇത്തരത്തിലുള്ള ചില ആർട്ടിഫാക്ട്സ് നമ്മളെ സംബന്ധിച്ചിട്ട് ഭയങ്കര പ്രഷ്യസ് ആണ് ഈ സാധനം. അതെ, എനിക്ക് കിട്ടിയ പേപ്പറസിന്റെ ഒരു വലിയൊരു ഷീറ്റ്, A4 സൈസ് ഷീറ്റ് എൻ്റെ അടുത്ത് കണ്ട് എനിക്ക് ഒരാൾ തന്നതായിരുന്നു. അത് ഈജിപ്തിൽ നിന്ന് തന്നെ അവര് മാർക്കറ്റിൽ നിന്ന് വാങ്ങിച്ചാണ്. അപ്പൊ പാപ്പിറസ് കൊണ്ട് എങ്ങനെയാ, അത് പാപ്പിറസ് എന്നൊക്കെ പറയുന്നത് നമുക്കത് നമ്മളെ ഭാവനയിൽ പണ്ട് പഠിക്കുമ്പോൾ അതുകൊണ്ട് എങ്ങനെയാ പേപ്പർ ഉണ്ടാക്കുക, ഒരു പുല്ല് പോലത്തെ സംഭവമാണ്, അതുകൊണ്ട് എങ്ങനെ പേപ്പർ ഉണ്ടാക്കുക എന്നുള്ളതൊക്കെ ചിന്തയിൽ വന്നിട്ടുണ്ടായിരുന്നു. അത് കിട്ടിയപ്പോഴാണ് മനസ്സിലായി 2-3 കുറച്ച് എണ്ണം പേപ്പറസ് ഒരുമിച്ച് ചേർത്ത് വെച്ചിട്ടാണ് അവരത് ചെയ്യുന്നത്. അത് നിന്റെ പേപ്പറസ് കണ്ടിട്ട് അത് പേപ്പറസ് ആണെന്ന് മനസ്സിലായത് കൊണ്ടാണ് എനിക്ക് മറ്റേ റിങ്ങിന്റെ കൂടെ വന്ന സാധനം പേപ്പറസ് ആണെന്ന് മനസ്സിലായത്. അല്ലെങ്കിൽ അത് സാധാരണ ഒരു ചാർട്ട് പേപ്പർ ആണെന്നിട്ട് ഞാനും
അതിന് വില കൊടുക്കാതെ കാണുമായിരുന്നു. പക്ഷെ നിന്റെ ആ ഒരു പാപ്പറസിന്റെ സാമ്പിൾ കണ്ടു ഓക്കെ ഇതാണ് സാധനം എന്നുള്ള ഒരു നോളജ് ഉണ്ട്. മറ്റേത് നമ്മൾ പഠിക്കുമ്പോഴൊക്കെ എനിക്ക് ആകെ 2 പാപ്പറസ് അറിയും. ഒന്ന് പഠിക്കുമ്പോൾ പറഞ്ഞിട്ടുള്ള ഈ പേപ്പറസ് എന്ന് പറയുന്ന സാധനം, പിന്നെ ഒന്ന് ഫോണ്ട്, പാപ്പറസ് എന്ന് പറയുന്ന ഒരു ഫോണ്ട്. ഇതാണ് പാപ്പറസ് എന്ന് പറയുന്ന വാക്കുമായിട്ട് എനിക്കുള്ള ബന്ധം. പക്ഷെ അന്ന് ആ ഒരു പേപ്പറിന്റെ കഷ്ണത്തിൽ ചുരുട്ടിയിട്ട് മറ്റേ ആ ഒരു ലെറ്റർ അവർ എഴുതി തന്നിട്ട് ബഹത് സല എന്ന് പറഞ്ഞിട്ടുള്ള ആ സാധനം ഞാൻ എടുത്ത് വായിക്കുമ്പോൾ അതൊരു പേപ്പറിന്റെ കഷ്ണം മാത്രമായിരുന്നു. പക്ഷെ അതിലാ നമ്മുടെ കയ്യിലുള്ള പേപ്പറിന്റെ ആ ഒരു ലൈൻസും ആ ഡീറ്റെയിലും ആ പുറത്തേക്ക് ആ പുല്ലിന്റെ കഷ്ണങ്ങളൊക്കെ കിടക്കുമ്പോഴാണ് പാപ്പറസ് ആണ് എന്ന് മനസ്സിലാവും. എനിക്ക് തോന്നുന്നത് കുറച്ചും കൂടി പ്രഷ്യസ് ആയിട്ടുള്ള സാധനങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്ന സാധനങ്ങളാണ്. സോ ഇതേപോലെ ചിലപ്പം ഇന്നും ചില ആളുകൾ ചന്ദ്രന്റെ ആകർഷണം പൊട്ടിച്ച് വീട്ടിൽ വെച്ചിട്ടുണ്ടാവുമായിരിക്കാം. അങ്ങനെ ഇതിന്റെ ഓരോ ഗ്രാം കുറഞ്ഞതുകൊണ്ടായിരിക്കും ചിലപ്പോ ഇപ്പൊ ഒരു ഇനി കൊടുത്താൽ ശരിയാവില്ലെന്ന് അവർക്ക് തോന്നിയിട്ടുണ്ടാവും. അതായത് മറ്റുള്ളവർ കയ്യിൽ സാധനം 1 കിലോ ഉണ്ടായിരുന്നു, അതെ ഇപ്പൊ അത് 100 ഗ്രാമായി ഓരോരുത്തർ പൊട്ടിച്ചുകൊണ്ടായി. ഇത് പന്തിയെല്ലാം തോന്നിയിട്ടുണ്ടാവും. അതെ, അങ്ങനെ ആയിരിക്കാം സംഭവം. സോ ഇത് തന്നെയാണ് ഹിസ്റ്ററിന്റെയും മിസ്റ്ററിന്റെയും പ്രശ്നം. കാരണം മിസ്റ്ററി നമ്മൾ കൈകാര്യം ചെയ്യുന്നതിനനുസരിച്ച് അതിന്റെ പൊടിഞ്ഞു പോയിട്ട് അളവ് കുറഞ്ഞുകൊണ്ടിരിക്കും. അളവ് കുറഞ്ഞിട്ട് ചെറിയൊരു കഷ്ണമായി മാറും. പിന്നീട് ആ കഷ്ണം വീണ്ടും പൊടിഞ്ഞു പോകും എന്നുള്ള പേടിയുണ്ട് അധികാരം ചർച്ച ചെയ്യില്ല. അത് മിസ്റ്ററി സോ അതാണ് അതിന്റെ കാര്യം. ഇന്ന് നമ്മൾ സംസാരിച്ചിട്ടുള്ള പിരമിഡ് ആയാലും ശരി, കൈലാസ ക്ഷേത്രം ആയാലും ശരി, നമ്മുടെ വിമാനമായാലും ശരി, മൂൺ ലാൻഡിങ് ആയാലും ശരി, ഈ പറഞ്ഞതൊക്കെ നമ്മളെ സംബന്ധിച്ചിട്ട് ഹിസ്റ്ററിയാണ്. അതേപോലെ ഒരു മിസ്റ്ററി സ്വഭാവമുള്ള ഒരു വിഷയങ്ങളാണ് അതൊക്കെ. ഇതിനൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള വിഷയങ്ങളാണെന്ന് പ്രതീക്ഷിച്ചുകൊണ്ടാണ് നിങ്ങളിലേക്ക് ഈ വിഷയങ്ങൾ എത്തിക്കുന്നത്. അപ്പം ഞങ്ങൾ പറയുന്ന വിഷയങ്ങൾ ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ ഈ വിഷയം എന്ന് പറയുന്ന ഈ ഒരു സെഗ്മെന്റ് ബേപ്പൂർ സുൽത്താനിൽ കൊണ്ടുവന്നത് ചിലർക്ക് ബോധിച്ചിട്ടുണ്ട്, ചിലർക്ക് ബോധിച്ചിട്ടില്ല. അതൊന്നും കാര്യമൊന്നുമല്ല. കാരണം ബേപ്പൂർ സുൽത്താൻ ആദ്യം ചെയ്യുമ്പോൾ എല്ലാവർക്കും ബോധ്യമാവുന്ന ഒരു വിഷയമായിട്ടല്ല ബേപ്പൂർ സുൽത്താൻ വന്നിട്ടുണ്ടായിരുന്നു. ഗ്രാജ്വലി അത് ഓരോരുത്തരേക്ക് എത്തുകയായിരുന്നു ചെയ്തിരുന്നു. സോ ഡാർക്കായിട്ടുള്ള സാധനങ്ങളെ കുറിച്ച് സംസാരിക്കുമ്പോൾ നിങ്ങൾ പറയുന്ന കടുകട്ടിയായിട്ടുള്ള വാക്കുകൾ ഞങ്ങൾക്ക് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. ആ ഇരുട്ടിൽ മാത്രം ഇരിക്കുന്നത് ഞങ്ങൾക്ക് പറ്റുന്നില്ല. എന്നും ഇരുട്ടാണ്. അതിന്റെ കാരണം വേറെ ഒന്നല്ല, പെട്ടെന്ന് മഴയും കാര്യങ്ങളും വരുമ്പോൾ ശബ്ദത്തിന്റെ പ്രശ്നം, ലൈറ്റിങ്ങിന്റെ പ്രശ്നമൊക്കെ വന്നു. സ്റ്റുഡിയോയിലാണെന്നുണ്ടെങ്കിൽ ഓൾറെഡി ലൈറ്റിംഗ് റെഡി ആയതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനൊരു ഇതിലേക്ക് വരുന്നത്. കാരണം ഫ്രീ ആയിട്ട് നമുക്ക് സംസാരിക്കാം. സോ ഈ ഒരു വിഷയം, ഈ ഒരു സെഗ്മെന്റ് എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ച് നമ്മുടെ ഡിസ്കഷൻസ് ആണ്. കൃത്യമായിട്ടുള്ള റിസർച്ച് ഇല്ലാത്തതും കൃത്യമായിട്ട് നമ്മൾ ഡോക്യുമെൻ്റ് എടുക്കാത്തതും, അതായത് ഒരു സ്ക്രിപ്റ്റ് ഇല്ലാതെ നമ്മൾ സംസാരിക്കുന്ന ഒരു സാധാരണ ഒരു ലൂസ് ടോക്കാണത്. അപ്പം അതുകൊണ്ട് തന്നെ ഇതിൽ നമ്മൾ പറയുന്ന ചില തെറ്റുകളുണ്ടാവും. അതൊരിക്കലും നിങ്ങൾ വിശ്വസിച്ചിട്ട് പോകരുത്. നിങ്ങൾക്ക് സെർച്ച് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു ഡിസ്കഷൻ്റെ ഭാഗമാവാനും നിങ്ങൾക്ക് സെർച്ച് ചെയ്തിട്ടൊരു ഡോക്യുമെൻ്റ് എടുക്കാനും വേണ്ടിയിട്ടുള്ള ലൂസ് സ്റ്റോക്കായിട്ട് മാത്രമേ ഈ ഒരു സെഗ്മെൻറ്റ് നിങ്ങൾ കാണാവൂ. സോ ഞങ്ങൾ കുറച്ച് സാധനങ്ങൾ പ്ലാൻ ചെയ്തിട്ടുണ്ട്. അതായത് നമ്മൾ ബേപ്പൂർ സുൽത്താനിൽ പറയാത്ത കുറച്ച് ഹൊറർ സ്റ്റോറീസ്, കോൺസ്പിറസി, അതേപോലെ തന്നെ ഏറ്റവും രസമുള്ള ചില വിഷയങ്ങൾ. ബേപ്പൂർ സുൽത്താൻ്റെ ഫോളോവേഴ്സ് നമ്മളെ വിളിച്ചിട്ട് വീഡിയോ ആക്കാൻ പറ്റാത്ത ചില കഥകളുണ്ട്. അത് നമുക്ക് വീഡിയോ ആക്കാനുള്ള വിഷയം ഉണ്ടാവില്ല, പക്ഷെ നമുക്ക് പറയാൻ പറ്റും. ഇങ്ങനത്തെ ടോക്കുകളിൽ തമാശയായിട്ടും എന്നാൽ സീരിയസ് ആയിട്ടുള്ള പല വിഷയങ്ങൾ, അത്തരത്തിലുള്ള പല സാധനങ്ങളും ഞങ്ങൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. സോ കീപ് സപ്പോർട്ടിങ്. അടുത്തൊരു വിഷയവുമായിട്ട് അടുത്തൊരു എപ്പിസോഡിൽ കാണാം.